Hi students, നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ MSc മാത്തമാറ്റിക്സ് എൻട്രൻസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കോച്ചിങ്ങിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷനെ കുറിച്ചിട്ടാണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ നോൺ ഹോമോജീനിയസും ഹോമോജീനിയസും ഉണ്ട്. നമ്മൾ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ ഐഡിയാസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനുശേഷം എന്ത് ചെയ്യുക, അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും സോൾവ് ചെയ്യുന്നതിന്റെ കൂടെ പറയാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ലെറ്റ് എ ബിലോങ്സ് ടു എം ബൈ എൻ. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ax is equal to b ഹാസ് സൊല്യൂഷൻസ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസ് ഇഫ്, അത് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു വാക്കാണ്. സൊല്യൂഷൻസ് ഇഫ് അങ്ങനെയാണെങ്കിൽ, അതായത് ax is equal to b എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്താണ്, ഇതിലേത് കാര്യമാണ് നടക്കുക. സൊല്യൂഷൻസ് ഉണ്ടാവണമെങ്കിൽ ഇതിലേത് കാര്യമാണ് നടക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ ax is equal to b ഫോമാറ്റിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ ഫോമാറ്റിൽ വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാം, ഈ ഫോമാറ്റിൽ വരുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ അതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേരിയബിൾ കോളം മെട്രിക്സ്, പിന്നെ എന്താണ് വാല്യൂ മെട്രിക്സ് ആണ് പി എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ആദ്യം അറിയണം. എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എന്താണ്, എം ബൈ എൻ. ഇതിന്റെ റോയുടെ നമ്പർ എം ആയിരിക്കും, കോളത്തിന്റെ നമ്പർ എന്താണ്, എൻ ആണ്. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സിന്റെ റോയുടെ നമ്പർ എന്തായിരിക്കണം, എൻ ആയിരിക്കണം. ഇനി വേരിയബിൾ മെട്രിക്സ് ആയതുകൊണ്ട് അതിനൊരു കോളം മാത്രമേ ഉണ്ടാവും അറിയാം. എന്ത് ചെയ്യാണ്, കോളത്തിലാണ് 1 ആണ്. എന്ത് വരും, ഇവിടെ എത്ര അൺനോൺസ് ഉണ്ട് എന്ന് ഇതിന്റെ കോൾ പറയുന്നത്. കോഎഫിഷ്യന്റ് മെട്രിക്സ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അതിൽ എത്ര അൺനോൺസ് ഉണ്ട്. എൻ ആണ് എന്ത്, നമ്പർ ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ എന്താണ്, അൺനോൺ എന്ന് നമുക്ക് പറയാം. നമ്പർ ഓഫ് വേരിയബിൾ ഓർ അൺനോൺ. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ. അല്ലെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾ, നമ്പർ ഓഫ് അൺനോൺ, അല്ലെങ്കിൽ എന്താണ്, കോളം. ഇനി എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ ഒരു കൺസെപ്റ്റും കൂടി അറിയാനുണ്ട്. എന്താണ്, എ ഇങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതുന്ന ഒരു നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഓഗ്മെന്റൽ മെട്രിക്സ് ആണ്. ഓഗ്മെന്റൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സ് അതുപോലെ എഴുതി അതിന്റെ കൂടെ ഇവിടെ വരുന്ന ഈ കോളത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ അഡീഷണലി ചേർക്കും. അതായത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഡോട്ടർ ലൈൻ ഇടും. അതാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, മാർക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ സിമ്പൽ എന്ന് പറയുന്നത്. ഇതിനെ ഓഗ്മെന്റൽ മെട്രിക്സ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഇനി ഇവിടെ ax is equal to b എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്നാണ് പറയാ. ഇനി ഈ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടാവാ, സൊല്യൂഷൻ ഇല്ലാതിരിക്കാം. ഇതിലുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടീഷൻ എപ്പോഴും ഹോൾഡ് ചെയ്യണം. ഏതാണ്, സൊല്യൂഷൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം, എ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെതും എ ബി എന്ന് പറയുന്ന, ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന എ ബി എന്ന് പറയുന്ന ഓഗ്മെന്റൽ മെട്രിക്സിന്റെ റാങ്കും, എ ഇൻറ്റു ബി അല്ല, എ ബി എന്ന് പറയുന്ന ഓഗ്മെന്റൽ മെട്രിക്സ് ആണ്, അതിന്റെ റാങ്കും എന്തായിരിക്കണം, സെയിം ആണെങ്കിൽ എന്തുണ്ടാവും, ഇതിന് സൊല്യൂഷൻസ് ഉണ്ടാവും. സൊല്യൂഷൻസ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇനി ഇത് രണ്ടും ഈക്വൽ ആവുന്നില്ലെങ്കിൽ, സോറി ഇവിടെ ഞാൻ ഈക്വൽ ടു എന്ന് എഴുതിപ്പോയത്, ഈക്വൽ ആവുന്നില്ലെങ്കിൽ, റാങ്ക് നമ്മൾ എയുടെ റാങ്കും എ ബിയുടെ റാങ്കും നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എന്താണ്, രണ്ടിന്റെയും റാങ്ക് ഈക്വൽ ആവുന്നില്ലെങ്കിൽ അതിനെന്തുണ്ടാവില്ല, സൊല്യൂഷൻ ഉണ്ടാവില്ല, നോ സൊല്യൂഷൻ എന്ന് പറയാം. ഇനി സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ സൊല്യൂഷൻസ് രണ്ട് ടൈപ്പ് ആയിട്ടുണ്ടാവും. ഒന്നിക്കൽ അതിന് ഒരു സൊല്യൂഷൻ മാത്രം, യുണീക് സൊല്യൂഷൻ മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടാവും, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഇനി ഒരു സൊല്യൂഷൻ മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്, റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും സെയിം ആയാലേ സൊല്യൂഷൻ ഉണ്ടാവും. അത് ഓക്കെ. അതിന്റെ കൂടെ എന്താണ്, നമ്പർ ഓഫ് കോളംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് അൺനോൺ, ഇതിൽ അതാണ് n എന്ന് പറയുന്നത്. ആ n ഈക്വൽ ആവുകയാണെങ്കിൽ, നമ്പർ ഓഫ് അൺനോണിന് ഈക്വൽ ആണ് ഈ വാല്യൂ എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിന് യുണീക് സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് പറയാം. ഇനി എന്താണ്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും എപ്പോഴാണ്, ഇത് ഹോൾഡ് ചെയ്യണം, എന്നാലേ സൊല്യൂഷൻ ഉണ്ടാവും. ഈ നമ്പർ എന്ന് പറയുന്നത്, ഈക്വൽ ആയ ഈ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺ അല്ലെങ്കിൽ എന്താണ്, നമ്പർ ഓഫ് വേരിയബിൾ എന്താണ്, കോളത്തിന്റെ നമ്പറിനേക്കാൾ കുറവാണെങ്കിൽ ഉണ്ടാവുക, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇത് സാധാരണ എക്സാമിന് ഇതുപോലെ ചോദിക്കാറുണ്ട്. നമ്മളെ ആൻസർ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. അതിന് സൊല്യൂഷൻസ് ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ, ഇത് ഹോൾഡ് ചെയ്താൽ മതി. കാരണം റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആയി കഴിഞ്ഞാൽ എന്താണ്, അതിന് സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ശരിയാണ്. ഇനി ഇത് ആവണമെങ്കിൽ എന്ത് വേണം, ഇവിടെ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു n ആയാൽ എന്ത് ചെയ്യാണ്, ഒരു സൊല്യൂഷൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് എന്തായില്ല, കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. സൊല്യൂഷൻസ് ആവുമ്പോൾ എന്തുണ്ടാവില്ല, ഇത് എടുക്കാൻ പറ്റില്ല. ഇതാണ് ശരി. ഇനി ഇതെന്താണ്, റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു എം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എമ്മിനെ കുറിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല.
ഓക്കെ, എമ്മിൻ്റെ വാല്യൂ കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് എന്താണ് ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആരാണ്? ഇതാണ്. ഇനി അതുപോലെ എന്താണ് ഇത് സൊല്യൂഷൻസ് ഇല്ലാത്ത കണ്ടീഷനിൽ വരുന്നതാണ് ആര്? ഇതെന്ന് പറയുന്നത്. ഇതാണ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഈ ഒരു ചാർട്ട് അറിയാമെങ്കിൽ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇനി അഡീഷണലി ഒരു ഇൻഫർമേഷൻ കൂടി ഞാനിവിടെ പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ AX = B എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നെ തന്നു എന്ന് വെച്ചു. സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതാൻ പറ്റും. അത് 2ഓ 3ഓ ഓർഡറിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് നോക്കിയാൽ മതി? എയുടെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, നമ്മൾ +2 പഠിച്ചതാണ്, എയുടെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് A എന്ന് പറയുന്ന മെട്രിക്സ് കോഎഫിഷ്യന്റ് മെട്രിക്സ് സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ നോക്കുക. അതായത് സിംഗുലർ ആണെങ്കിൽ എന്താണ്? നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0, സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു 0 ആണ്. അപ്പോൾ A എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു, നോൺ സിംഗുലർ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്തുണ്ടാവും? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ x = എന്താണ്? A ഇൻവേഴ്സ് × B എന്ന് പറയുന്നതാണ് അതിന്റെ സൊല്യൂഷൻ. അപ്പോൾ എന്താണ്? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയാലും അതിനെന്തുണ്ടാവും? യൂണിക് സൊല്യൂഷൻ ഉണ്ടാവും. നമ്മൾ റാങ്ക് കാണാൻ പോകേണ്ട ആവശ്യമില്ല. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? 2ഓ 3ഓ ഓർഡറിൽ വരുന്ന മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂ? അതിന്റെ ഡിറ്റർമിനന്റ് കാണാനുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഇവിടെ, അല്ലെങ്കിൽ മറ്റേത് ലെങ്തി ആയിരിക്കും. ഇവിടെ എന്താണ്? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനെന്താണ്? യൂണിക് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഈ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കും. ഇത്രയാണ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ കാര്യങ്ങൾ വരുന്നത്. ഈ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.